പോകുന്ന പോക്ക് കണ്ടോ. ഇത്രയും നേരം ഞങ്ങളെ വേണ്ടാഞ്ഞിട്ടാ, സാറിനെ കിട്ടിക്കഴിഞ്ഞപ്പോ ഞങ്ങളെ ആരെയും വേണ്ട. പിന്നെ സാറുമായിട്ടാണ് കഥ. എന്നോടേ എപ്പോഴും പറയും മല്ലപ്പള്ളിയിൽ പഠിച്ച കാര്യവും ITI പഠിച്ച കാര്യവും ഇവിടെ കുറെ എഞ്ചിൻസ് ഒക്കെ ഉണ്ടെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് കുറെ തവണ പറഞ്ഞു. എനിക്ക് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതുവരെ ആദ്യമായിട്ടാണ് ഞാൻ ITI വരുന്നത്. അപ്പൊ എഞ്ചിൻസ് ഒക്കെ കുറെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നോക്കി നോക്കാം തള്ളാണോ ഇല്ലെന്ന് അറിയണമല്ലോ. നമുക്ക് നേരെ അകത്തോട്ട് പോകാം. അമ്മയൊക്കെ ഉണ്ടായിരുന്നിട്ട് ഞങ്ങളെ അങ്കിളുടെ വീട്ടിൽ വന്നാണ് ചങ്ങനാശ്ശേരിയില്. അപ്പൊ എന്തായാലും വന്ന് ഇവിടെ അടുത്താണ് ITI എന്ന് അറിഞ്ഞപ്പം നേരെ ഒന്ന് വന്ന് കാണാന്ന് പറഞ്ഞിട്ട് നേരെ വന്നതാണ്. അപ്പം സാറുമാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഒരു സാറ് മാത്രമില്ല, സോണി സാറെന്ന് അറിയും. സാറിന് എന്തോ അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് എന്തോ പോയേക്കുവാണ്. സാറിനെ കാണാൻ പറ്റിയിട്ടില്ല. സാറിനെ പറ്റിയും എപ്പോഴും പറയാറുണ്ട്. പിന്നെ വർഗീസ് സാറിനെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്. നമുക്ക് നേരെ അകത്തോട്ട് പോയി നോക്കാം എന്താ അവസ്ഥന്ന്. അപ്പൊ ദേ ഇതാണ് ചേട്ടന്റെ പ്രാക്ടിക്കൽ ക്ലാസ്. ഇത് കണ്ടോ, പറയുന്നത് തള്ളൊന്നല്ല കേട്ടോ. അത്യാവശ്യം കുറെ എഞ്ചിനുകളൊക്കെ ഇരിപ്പുണ്ട്. ഏതൊക്കെയാന്ന് എനിക്കറിയില്ല. നമുക്ക് ഏതൊക്കെ എഞ്ചിനുകളാ ഇരിക്കുന്നതെന്ന് സാറിനോട് ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. ഇവിടത്തെ കാര്യങ്ങള് എന്നോടല്ല, ആളുണ്ട് സാറിനോട് ചോദിച്ചാൽ വർഗീസ് സാറിനോട് ചോദിച്ചാൽ സാർ പറഞ്ഞിട്ടുണ്ടാ. സാറൊന്ന് ഇവിടുത്തെ നമ്മുടെ വെറൈറ്റി എഞ്ചിൻസ് ഒക്കെ ഒന്ന്. ഇത് നമുക്ക് അംബാസഡർ എഞ്ചിനാണ്. ആദ്യം ഇരിക്കുന്ന നമുക്ക് പെട്രോൾ അംബാസഡർ എഞ്ചിന്. അതുപോലെ തന്നെ നമുക്ക് അംബാസഡർ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. ഇതല്ല പെട്രോളിന്റെ, ഇത് പെട്രോളിന്റെ ആണ്. നമുക്ക് ഇരിക്കുന്ന ആദ്യത്തെ വരുന്ന പെട്രോൾ എഞ്ചിന്. ഇവിടെ വരുന്ന നമുക്ക് അംബാസഡർ ഡീസൽ എഞ്ചിന്. അതുപോലെ നമുക്ക് പുറകിലേക്ക് വരുമ്പം ഇസസ് എഞ്ചിൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പഴയ മോഡൽ കുറേയേറെ എഞ്ചിന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് വരുന്ന ഒരു എഞ്ചിനാണ് നമുക്ക് അങ്ങേ സൈഡിലേക്ക് ഇരിക്കുന്നത്. ഒരുപാട് കൊല്ലം പഴക്കമുള്ള ഒത്തിരിയും മുമ്പ് ഗ്രൗണ്ടിൽ നിന്ന് ഔട്ടായ ഒരുപാട് പിള്ളേർ പഠിച്ചിറങ്ങിയതും ആയ ഒരിതാണ് പോസ്റ്റൺ എന്ന് പറയുന്ന ഒരു വാഹനത്തിന്റെ എഞ്ചിനാണ്. ഇത് എഞ്ചിന്റെ മെയിൻ്റനൻസിൽ റിപ്പയറിംഗിൽ വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ അതെ, ഇതിന്റെ പിസ്റ്റനാണ് നമുക്ക് താഴേക്ക് ഊരിയെടുക്കുന്ന രീതി. മറ്റേതൊക്കെ നമുക്ക് മുകളിലേക്ക് ഊരിയെടുക്കുമ്പോൾ ഇതിന്റെ എഞ്ചിൻ പിസ്റ്റൺ നമുക്ക് താഴേക്ക് ഊരിയെടുക്കുന്നു. ഇതാണ് ഇതിന്റെ അകത്ത് വരുന്ന വ്യത്യാസങ്ങൾ. ഇത് പഴയ മോഡലുകളാണ്. ഇത് പഴയ ജീപ്പിന്റെ വില്ലിസ് ജീപ്പിന്റെ പഴയ മോഡലിന്റെ എഞ്ചിനാണ്. അത് വില്ലിസ് ജീപ്പ് തന്നെ. ഇത് ഞാനോ പഠിച്ചിട്ടുണ്ട് 10 കൊല്ലം കണ്ടായിട്ടാ, മറന്നുപോയി. നമുക്ക് പുതിയ പുതിയ മോഡലുകളുണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എല്ലാം വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ബോക്സ് മേളത്തെ ലാബിലാണ്. അടുത്ത ലാബിന്റെ അകത്താണ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഇരിക്കുന്നത്. നമ്മൾ ആ എഞ്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന എഞ്ചിനല്ലേ? അതെ തന്നെ. നമുക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ ഇത് ഓമിനി. അതെ, നമുക്ക് ഈ എഞ്ചിൻ സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ വെക്കുന്നതാണ്. ഞങ്ങളൊക്കെ പഠിച്ചത് സ്റ്റാർട്ട് ചെയ്യുന്ന എഞ്ചിനല്ലേ? അതെ, സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ ഉണ്ട്. നമുക്ക് അവിടെ 2 എഞ്ചിനുണ്ട്. ബൈക്കിൽ സ്റ്റാർട്ടിംഗ് എഞ്ചിൻ ഇനിയും ഉണ്ട്. ഇതാണ് നമ്മുടെ. ഇതേതായിരുന്നു? ഇത് പഴയ നമ്മുടെ 407 അകത്ത് വന്നിട്ടിരുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന എഞ്ചിനാണ്. അവിടെ കുറെ ബൈക്കുകളുടെ എഞ്ചിൻസും മാരുതിയുടെ ഗിയർ ബോക്സ് ഉണ്ട്, അംബാസഡറിന്റെ ഗിയർ ബോക്സ്, 2 വീലറിന്റെ ഉണ്ട്, 3 വീലറിന്റെ ഉണ്ട്. ഇത് ടയോട്ടയുടെ എഞ്ചിനാണ്. ഞാൻ ഫസ്റ്റ് കഴിക്കുന്ന അംബാസഡറിന്റെ ഗിയർ ബോക്സ്. അംബാസഡറിന്റെ ഗിയർ ബോക്സ്. ഇത് സുമോയുടെ ഗിയർ ബോക്സ് ആണ്. ഇതൊക്കെ കുറെ പേര് ഈ ഗിയർ ബോക്സ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇത് നമുക്ക് 4x4, അത് ഫ്രണ്ട് വീൽ ഡ്രൈവും കൂടെ വരുന്ന വാഹനത്തിന്റെ ആണ്. 4 വീലിനും ഡ്രൈവ് കിട്ടുന്ന ഗിയർ ബോക്സ് ആണ്. ഗിയർ ബോക്സ് വിത്ത് ട്രാൻസ്ഫർ കേസ് ആയിട്ട് വരുന്നതാണ്. ഇത് ജീപ്പിന്റെ ആണ്. ജീപ്പിന്റെ ഫ്രണ്ട് ഡ്രൈവിലുള്ളത്. ഇതിന്റെ തന്നെ നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവ് ഇല്ലാത്ത ഗിയർ ബോക്സ് ആണ് ഇരിക്കുന്നത്. ഇതും ജീപ്പിന്റെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവ് ഇല്ല. ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ഉണ്ട്. ട്രാൻസ്ഫർ കേസ് കൂടെ കൂട്ടിയിട്ടുള്ളതാണ് വരുന്നത്. ഇത് നമുക്ക് ഒമിനിയുടെ സ്റ്റാർട്ടിംഗ് എഞ്ചിനാണ്. എല്ലാ വർഷവും സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുന്ന എഞ്ചിനാണ്. ഉണ്ട്. നമുക്ക് ഇത് അവിടെ 2 എണ്ണം. മെയിനായിട്ട് നമ്മൾ 3 ഇഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കാറ് ഹക്കീമാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ ഗിയർ ബോക്സ് വരുന്നത് ഇത് ലൈലാൻഡ്, പഴയ മോഡൽ ലൈലാൻഡ്.
ഇത് ജപ്പാൻ കമ്പനിയാണ് നിസാൻ എന്ന് പറയുന്ന ഒരു 6 സിലിണ്ടർ പെട്രോൾ എഞ്ചിന്റെ ഗിയർ ബോക്സ് ആണ്. അതും ട്രാൻസ്ഫർ കേസ് കൂടെ കൂട്ടിയിട്ടുള്ളതാണ്. ഫ്രണ്ട് വീൽ ഡ്രൈവും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് അത് വരുന്നത്. ഡിഫറൻഷ്യൽ ഹൗസിങ് അഴിക്കുന്ന രീതി നമുക്ക് പല വ്യത്യാസമുണ്ട്. നമുക്ക് പല ടൈപ്പാണിത്. ഞാനിവിടെ ആദ്യം അംബാസഡർ ആണ് നമ്മൾ അഴിച്ചത്, ആദ്യമേ അഴിച്ചത്. എഞ്ചിൻ സെറ്റ് ചെയ്ത് ഇസുസ ഫസ്റ്റ്. ഇസസിന്റെ ഞാനും തോമസ് ടീം ഒക്കെ ആയിട്ട് ഇവിടെ ഒരാളുണ്ടാ പണി പഠിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ട്രം ബ്രേക്ക്, ഡിസ്ക് ബ്രേക്ക്, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന്റെ ക്ലച്ചാണ് അവിടെ ഇരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന്റെ ക്ലച്ച്, നോർമൽ ക്ലച്ചുകൾ. ഇത് ഇത് 6 സിലിണ്ടർ ടാറ്റ ബെൻസിന്റെ എഞ്ചിനാണ്. വലിയ എഞ്ചിൻ. നമ്മളിത് ഫുൾ അഴിച്ച് പീസ് ആക്കുന്നുണ്ട്. അഴിക്കുന്ന രീതിക്ക് വ്യത്യാസങ്ങൾ. അതെ, ഇത് നമ്മൾ അഴിച്ചിട്ടുള്ളതാണ്. ഓരോന്നോരോന്നായിട്ട് പ്രോഗ്രാം നമുക്കിതെല്ലാം നമ്മൾ പീസാക്കി എടുത്തിരുന്നതായിരുന്നു. ഇതിന്റെ ടൈമിംഗ് അല്ലേ 153624 അല്ലേ? മറന്നിട്ടില്ല. അതെല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഇവിടുന്ന് പഠിക്കുന്നവർ അങ്ങനെ മറക്കാറില്ല. കാരണം അതേ രീതിയിലാണ് നമ്മുടെ ക്ലാസ്. 5-6 പ്രാവശ്യം ചോദിക്കും. പല പ്രാവശ്യമാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിക്കുന്നു. ഈ കിടക്കുന്നതൊക്കെ എന്നെ പോലെ കുറെ പിള്ളേര് പണിഞ്ഞ് നശിപ്പിച്ച് പഠിച്ചിട്ടേക്കുന്ന സാധനങ്ങളെ കാണുന്നതല്ല. കുറെ സ്റ്റീറിംഗ് ബോക്സുകളും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനും എന്തൊക്കെയൊക്കെ ഇവിടെ പഠിച്ചിട്ടൊന്നും നശിപ്പിച്ചിട്ടുണ്ട് കേട്ടാ. കുറെ ത്രണ്ടം കളഞ്ഞിട്ടുണ്ട്. സാറിന് കുറെ തെറിയ കിട്ടുന്നതിന്. സാറല്ല, ആശാനാണ്. ആശാൻ മരിച്ചുപോയി. ആശാനായിരുന്നു ഇങ്ങനെ കാര്യത്തിന് കൂടുതൽ തെറിവിളി. തെറിവിളി മീൻസ് തെറിവിളി അല്ല കേട്ടാ, വഴക്ക് പറയുന്ന പറഞ്ഞേ. ഈ കാണുന്ന വണ്ടിയുണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് ജാക്കി വെച്ച് പൊക്കിയ വണ്ടിയുണ്ടത്. ജീപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട്. സുജാക്ക് അടിയിൽ ഇരിക്കുന്നുണ്ട്. ടയർ അഴിക്കാൻ പഠിച്ചത് ആദ്യമേ ഈ വണ്ടിയുടെയാണ്. ജീപ്പിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ടയർ പൂരാൻ പഠിക്കുന്നത് ജീപ്പിൽ നിന്നാ. വീൽ സ്പാനർ യൂസ് ചെയ്തിട്ട് നമുക്ക് അതുവരെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മള് ഏറ്റവും ബേസ് മുതൽ ഏറ്റവും വലിയ കാര്യങ്ങൾ വരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും നമുക്ക് ഇവിടുന്ന്. അവരങ്ങനെ പഠിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് കേട്ടാ. അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇഞ്ചിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആദ്യമേ കാണിക്കുന്നു, പിന്നെ ഇഞ്ചിൻ എടുത്ത് വെളിയിൽ വെച്ചിട്ട് രണ്ടാമത് സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് നമ്മുടെ കുട്ടികൾ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാറ്. ആ വർക്ക് വരെ നമ്മൾ ഇഞ്ചിൻ ഡൗൺ ചെയ്തിട്ട് രണ്ടാമത് സെറ്റ് ചെയ്യുന്നത് വരെ ഉണ്ടാവും നമ്മുടെ ക്ലാസ്സിൽ. ഇതൊരു സ്റ്റാർട്ടിംഗ് എഞ്ചിനാണ്. അപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന് എഞ്ചിൻ ഇറക്കി പുറത്ത് വെച്ചിട്ട് കംപ്ലീറ്റ് പീസാക്കി രണ്ടാമത് റീസെറ്റ് ചെയ്ത് തിരിച്ച് കയറ്റി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞങ്ങള് 5-6 പേരൊക്കെ ടീം അടിച്ചു തരുന്നത്. അത് ഞങ്ങള് പിള്ളേർ തന്നെയാട്ടാ. അപ്പൊ സാറും ആശാനുണ്ടായിരുന്ന ആ സമയത്ത് പറഞ്ഞു തരാനായിട്ട് ഇവർ പറഞ്ഞു തരും. ഞങ്ങളത് ചെയ്ത് കയറ്റും. നമ്മൾ ഈ ലീഫിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നത് ഇതിൽ നിന്നാണ് കേട്ടോ. ഈ വണ്ടിയിൽ നിന്നാണ് ലീഫിനാണെല്ലാം പഠിച്ചിരുന്നത്. കണ്ടോ, ചേസും എഞ്ചിനും മാത്രം എടുക്കുന്നത്. നമുക്ക് ഇതിന്റെ ഗിയർ ബോക്സ് ഡൗൺ ചെയ്യുന്നു, ഇഞ്ചിൻ ഡൗൺ ചെയ്യുന്നു. ഇപ്പം പുതിയ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഗിയർ ബോക്സ് ഡൗൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിന് ഡൗൺ ചെയ്ത് വെച്ച് പീസ് ചെയ്ത് രണ്ടാമത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴ് ഇല്ല, അന്ന് നമ്മള് ഗിയർ ബോക്സും ഇഞ്ചിനും അംബാസന്റെ എടുത്തിരുന്നു. ഇപ്പൊ അംബാസന്റെയും ലോറിയുടെ എടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ ചെയിൻ ബ്ലോക്ക് ഇവിടെ വെച്ചിരിക്കുന്ന. ചെയിൻ ബ്ലോക്ക് വഴി ഇഞ്ചിൻ ഡൗൺ ചെയ്തിട്ട് രണ്ടാമത് കയറ്റി നമ്മളിപ്പോ വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന പരിപാടി ഇപ്പൊ ഇവിടെ ചെയ്യുന്നുണ്ട്. ചെയിൻ ബ്ലോക്ക് വഴി തന്നെ ഇഞ്ചിൻ എടുക്കുന്ന ആ മെത്തേഡും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ചെയിൻ ബ്ലോക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ ഇറങ്ങുന്ന പിള്ളേർക്ക് നേരെ പണിക്ക് കയറാം. ഞാനൊക്കെ എനിക്ക് തോന്നുന്ന ഒരു കൊല്ലം കൊണ്ടൊക്കെ അത്യാവശ്യം പണികളൊക്കെ പഠിച്ചെടുത്തു. ഇവിടുന്ന് ഇറങ്ങിയോണ്ടാ. ഇവിടുന്ന് പണി പിടിച്ച് ഇറങ്ങിയേക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് പണി പിടിച്ചിട്ട് ഇവിടെ ഇറങ്ങിയേക്കണം. നമ്മള് അംബാസഡറും ഒമിനിയൊക്കെ ആയിട്ട് നല്ല രീതിക്ക് പഠിച്ചിട്ടാണ് ഇറങ്ങിയേക്കണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റി നമുക്ക്. ഞാൻ കേറി വന്നപ്പോ തന്നെ ഫസ്റ്റ് കണ്ണി കുടുങ്ങിയ ആളുണ്ടത് ഈ കിടക്കുന്നേ കണ്ടോ. സ്നേഹം. തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി ഒരു ഹായ് പറഞ്ഞേ, ഹായ് കൊടുക്ക്. കഴിച്ചു നാളെക്കാരി കേട്ടോ, ഒരാളും കൂടി ഇട്ടാ. അപ്പൊ കേറി വന്നതാണ് കണ്ണിപ്പെട്ട ആളിതാണ്. സാർ ഏതാ മോഡല്? ഇത് 84-85 മോഡലാണ്. നല്ല ഡിമാൻഡ് ഉള്ളതാണ്. കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇപ്പൊ ഇത് വേണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇത് പേപ്പറൊക്കെ ഉള്ളതാണോ? പേപ്പറൊക്കെ ഉണ്ട്. നമുക്ക് എടുത്ത് റിപ്പയർ ചെയ്യാവുന്നതാണ്. പക്ഷെ സറണ്ടർ ചെയ്തിട്ട് നമ്മൾ ഈ വണ്ടി കൊടുക്കോ?
നമ്മളിവിടുന്ന് ഒരു സാധനം കൊടുക്കാറില്ല. ഇത് നമ്മളിവിടെ മേടിച്ചിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കൊടുക്കത്തില്ല ഒരു സാധനം നമ്മളിവിടെ കൊടുക്കാറില്ല. ഇതിന് ഇവന്റെ പേരെന്താണ്? പറഞ്ഞു കൊടുക്ക്. കേട്ടോ, ഹലോ ഗൈസ് സൊസൈറ്റി പറ. ദേ ഇവിടെ ഓടി വന്നത് ഈ വണ്ടി കണ്ടിട്ടാ കേട്ടോ. കൊച്ചു പിള്ളേര് വരെ ഇപ്പൊ നോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണിത്. അപ്പൊ ചെയ്യുന്ന നമുക്ക് ട്രാഫിക് റൂൾസ് ഒക്കെ പഠിപ്പിച്ചു തരും കേട്ടോ. പഠിപ്പിച്ചു കൊടുക്കൂലേ? കാണിച്ചു കൊടുത്താൽ ഏതൊക്കെയാന്നൊക്കെ പറഞ്ഞു കൊടുത്തേ. ഇനി ആ റെഡ് എന്തിനാണെന്ന് പറഞ്ഞു കൊടുത്തേ. യെല്ലോ എന്തിനുള്ളതാണ്? സ്ലോ. ഗ്രീൻ എന്തിനുള്ളതാണ്? കണ്ട ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വെറുതെ പൊളിയാണ്. ട്രാഫിക് റൂൾസ് ഒക്കെ പറഞ്ഞേട്ടാ. കണ്ടു പഠിക്കുന്നതൊക്കെ.